കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷത്തിൻ്റെ സവിശേഷതകൾ എന്നുള്ള ലഘു സന്ദേശത്തിലേക്ക് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു സവിശേഷതയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചു ആഴമായ ദൈവ സ്നേഹം, അതൊരു സവിശേഷതയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം. സുവിശേഷം എന്താണ് നമുക്ക് നൽകിയത്, അഥവാ വിശ്വസിക്കുന്നവന് നൽകിയത്? ഏറ്റവും വലിയ മഹത്വമാണ് സുവിശേഷം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയത്. ഏറ്റവും മനോഹരമായ ഒരു പദവി സുവിശേഷം നൽകുവാൻ ഇടയായിത്തീർന്നു. ഈ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പദവിയിലേക്ക് അല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലും എന്ന് വേണ്ട സകല മേഖലയിലും ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മകളായി, മകനായി തീരുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പദവി. ഈ ഭൂമിയിൽ പലതരം പദവികളുണ്ട്, ഗ്രേഡുകളുണ്ട്, പലവിധ മാന്യതകളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ, അഥവാ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മകനായി, തൻ്റെ മകളായി ഈ ഭൂമിയിൽ അവരെ ആക്കി വയ്ക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആദം എന്ന ഏകനിൽ പാപവും പാപം നിമിത്തം മരണവും ഭൂമിയിൽ മനുഷ്യരിൽ സൃഷ്ടിയിൽ പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൽ ആ ആശ നിന്നു പോയില്ല, ആ ആഗ്രഹം കെട്ടുപോയില്ല, ആ പ്ലാൻ മാറ്റിവെച്ചില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ എൻ്റെ സന്തതി നിമിത്തം മാനവകുലത്തെ വീണ്ടെടുക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ആ പ്ലാൻ മാറിയില്ല, ആ നിയോഗം നീക്കിയില്ല. കാലത്തിൻ്റെ പൂർണ്ണതയിൽ, സമയത്തിൻ്റെ തികവിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി മഹത്വത്തിൻ്റെ രാജാവും തേജസ്സിൻ്റെ നായകനുമായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനെ പോലെ വന്നു. എന്തിന്? ഏറ്റവും വലിയ പദവി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകേണ്ടതിന്, ഏറ്റവും നല്ല പൊസിഷൻ തന്നെ അംഗീകരിക്കുന്നവർക്ക് നൽകേണ്ടതിന്. യേശു ഈ ഭൂമിയിൽ വന്നു, മനുഷ്യന് പറ്റിയ പാപത്തിൻ്റെ പരിഹാരം സ്വന്തം യാഗത്താൽ ഏറ്റെടുത്തു, സ്വന്തം രക്തം ചിന്തി. എന്നിട്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. അതെഴുതിയിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കണ്ടോ? ഒരു പ്രാവശ്യം കൂടി വായിക്കും, ശ്രദ്ധയോടെ ഒന്നും കൂടി കേൾക്കുക. അവനെ കൈക്കൊണ്ട്, ആരാണ് അവൻ? കർത്താവായ യേശു ക്രിസ്തു. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? ദൈവത്തിൻ്റെ തനിപ്രതിമ. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? തത്വത്തിൻ്റെ മുദ്ര. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? തേജസ്സിൻ്റെ പ്രഭ. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? ആദ്യനായവൻ, അന്ത്യനായവൻ, ആൽഫയായവൻ, ഒമേഗയായവൻ, ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോസ്തലനായ പത്രോസ്
തൻ്റെ ആദ്യ പ്രസംഗത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞൊരു വേദഭാഗമുണ്ട്. അതിപ്രകാരമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അതിനർത്ഥം ഒരേ ഒരു നാമമേ ഉള്ളൂ. പ്രസ്ഥാനങ്ങളുടെ നാമത്തിൽ അല്ല രക്ഷ, സാമ്രാജ്യങ്ങളുടെ നാമത്തിൽ അല്ല രക്ഷ. രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമേയുള്ളൂ. അത് പറഞ്ഞത് പത്രോസ് അപ്പോസ്തലൻ്റെ അധരത്തിലൂടെയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ നാമം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ ജാതി മത വ്യത്യാസമില്ല, വർഗ കുല വ്യത്യാസം ഇല്ല, വിദ്യാഭ്യാസ വ്യത്യാസമില്ല, സാമ്പത്തിക വ്യത്യാസമില്ല. ഒരു വ്യത്യാസവും കൂടാതെ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ, ആമേൻ ഹല്ലേലൂയ, ദൈവ മക്കളാകുവാൻ അധികാരം നൽകിയതത്രേ സുവിശേഷം. ദൈവമക്കളാകുവാൻ അധികാരം നൽകിയതത്രേ സുവിശേഷം. സുവിശേഷം ഒരു പ്രസ്ഥാനത്തിൽ ചേർക്കുന്നതല്ല, ഒരു മതത്തിൽ ചേർക്കുന്നതല്ല, ഒരു പള്ളിയിൽ ചേർക്കുന്നതല്ല. അത് ദൈവത്തിൻ്റെ മക്കളാക്കി, മകനാക്കി, മകളാക്കി മാറ്റുന്നതത്രേ സുവിശേഷം. അതുകൊണ്ട് പ്രിയ സുഹൃത്തേ, കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു മതത്തിൻ്റെ ഭാഗമാക്കുന്നതല്ല സുവിശേഷം. ദൈവത്തിൻ്റെ മകനാക്കി, മക്കളാക്കി മാറ്റുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് അഭിമാനമാണ്. അത് ദൈവത്തിൻ്റെ മകനാക്കി, മകളാക്കി നമ്മളെ മാറ്റുകയാണ്. ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീക വളർച്ച നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.